ഓണംകളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്ങിക്കളി നാടൻ കലനാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി പാർട്ടിക്കളി ഒരുമാതിരി നാശക്കളി അങ്ങട് തല്ലിങ്ങട് തല്ല് നാട്ടിലൂഞ്ഞാലാട്ടമില്ല വീട്ടിലോണത്തിനൂണുമില്ല ഇന്ന് പൂക്കളം തീർക്കലും ആർപ്പു വിളിക്കലും ടിവിയിൽ മാത്രമായി ഓണംകളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്ങിക്കളി നാടൻ കലനാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി പാർട്ടിക്കളി ഒരുമാതിരി നാശക്കളി അങ്ങട് തല്ലിങ്ങട് തല്ല് നാട്ടിലൂഞ്ഞാലാട്ടമില്ല വീട്ടിലോണത്തിനൂണുമില്ല ഇന്ന് പൂക്കളം തീർക്കലും ആർപ്പു വിളിക്കലും ടിവിയിൽ മാത്രമായി. എന്റെ ഈശ്വര, ഇപ്പൊ ടി വി ഇല്ലെങ്കിൽ തെണ്ടി പോയാനെ. കയ്യിലൊരു ചെറിയ കുന്ത്രാണ്ണം വെച്ചിട്ട് മറിച്ച ചാനല് മറ്റേ ചാനല് എന്തിനും പോരാത്തതിന് ഫാഷൻ ചാനല്. എല്ലാവരും ഹാപ്പി ആവാൻ ഇനി വേറെ വല്ലതും വേണോ? നമസ്കാരം. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റെ വളരെ വൈശാചികവും വളരെ മൃഗീയവുമായ ഓണാശംസകൾ. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി നീതി പാലിക്കുക, മുഖ്യമന്ത്രി നീതി പാലിക്കുക. എൻ്റെ കുരിശി കിടക്കണ കർത്താവേ, എന്ത് കുരിശാ നീ എനിക്ക് തന്നേക്കണത്? നിനക്കൊരൊറ്റ പ്രാവശ്യമല്ലേ കുരിശി കിടക്കേണ്ടി വന്നിട്ട്? ഞാൻ 2.5 കൊല്ലവും 3 മാസവും 3 മണിക്കൂറും 3 മിനിറ്റുമായി കുരിശി കിടക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ തന്നെ എന്നെ കുരിശി തിരക്കാനായിട്ട് കുറെ ജൂതന്മാർ ചുറ്റുവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക, വിദ്യാർത്ഥികൾക്ക് പെൻഷൻ അനുവദിക്കുക, വിദ്യാർത്ഥികൾക്ക് പെൻഷൻ അനുവദിക്കുക, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തട്ടുകട അനുവദിക്കുക, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തട്ടുകട അനുവദിക്കുക, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടച്ചുപൂട്ടുക, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടച്ചുപൂട്ടുക, തൊഴിലാളി ഐക്യം, തൃശൂർ പൂരം തിരുവനന്തപുരത്തേക്ക് മാറ്റുക, തൃശൂർ പൂരം തിരുവനന്തപുരത്തേക്ക് മാറ്റുക, ആരുടെയെങ്കിലും കൊലപാതകം CPI കൊണ്ട് അന്വേഷിപ്പിക്കുക, CPI അല്ലടാ CBI, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക. വിളിക്കൂ വിളിക്കൂ, ஐயா நாங்க என்ன விളിக்கணும் ஐயா? ഞാൻ പറഞ്ഞു തന്നതുപോലെ വിളിക്കൂ. തമിഴ്നാട്ടിൽ നിന്ന് പിരിച്ചുവിട്ട ഞങ്ങളെ കേരളത്തിൽ തിരിച്ചെടുക്കുക, തമിഴ്നാട്ടിൽ നിന്ന് പിരിച്ചുവിട്ട ഞങ്ങളെ കേരളത്തിൽ തിരിച്ചെടുക്കുക, വിളിക്കൂ, അയാളുടെ ചെവി തുളയട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് പിരിച്ചുവിട്ട ഞങ്ങളെ കേരളത്തിൽ തിരിച്ചെടുക്കുക, ഇവിടെ ഇത്ര ആൾക്കാരുടെ സമരം പോരാഞ്ഞിട്ടാണ് ഈ കാർന്നൂർ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഇറക്കിയേക്കണത്. ഞാൻ ഇറക്കും, താൻ ഇറങ്ങുന്നത് വരെ ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കും. അയം ബാവ. താൻ ബാബയല്ല, ബാധയാണ്. ഒഴിയ ബാധ. ഇങ്ങോട്ട് മാറി നിൽക്കാൻ ഇനി എന്റെ ആൾക്കാർ വിളിക്കട്ടെ. ശരി. எங்கக்கட பூமி എങ്കക്ക് எங்கக்கட பூமி എങ്കക്ക് எங்கக்கட பூமி എങ്കക്ക്. ഈ ജാതക്ക് ഒരു ഉഷാറില്ല. ഉഷാറ് വേണമെങ്കിൽ ഒരു കുഴപ്പം വേണം. കുഴപ്പം ഞാൻ ഉണ്ടാക്കാം. ആയി ഒരു സർക്കാർ ദിവസം ആദ്യത്തെ കല്ല് ഞാൻ തന്നെ അറിയാം. സമരക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, സമരക്കാർ ആരും കോമ്പൗണ്ടിൽ കിടക്കരുത്. നിന്നെയൊക്കെ പറഞ്ഞു വിട്ടവർക്കൊന്നും പറ്റില്ല. നിങ്ങളുടെ പൊറാണ് പൊളിയാൻ പോണത്. അടിച്ചു പൊളിക്കും ഞാൻ. വായും പൊളിച്ച് കണ്ട ചാർജ്. മക്കളെ, നമുക്ക് മുങ്ങാം. കോൺസ്റ്റബിൾ അടിച്ചു പൊളിക്കടാ. എന്ത് കഷ്ടമാണിത്. ഇത്രയും നാൾ ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്നായിരുന്നു പരാതി. ഇപ്പൊ മിണ്ടിയപ്പതേ അതായി പ്രശ്നം. ഒരുവിധ ഉന്തിത്തള്ളിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഈ പാവപ്പെട്ട മുഖ്യന് ജീവിക്കാൻ ആരും സമ്മതിക്കില്ലേ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. തിരുമേനി, തിരുമേനി, ഇവിടെ വെട്ട വെളിച്ചൊന്നുമില്ലല്ലോ. ഈ ഇരുട്ടത്ത് തിരുമേനി എവിടെ പോയി കിടക്കാണാവോ? ഹലോ തിരുമേനി, 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 തിരുമേനിക്ക് എന്ത് പറ്റും തിരുമേനി? ഓണായില്ലേ, പോകേണ്ടത് കേരളത്തിലേക്കല്ലേ. അവിടെ ഫുൾ ടൈം പവർ കട്ടല്ലേ. അതിന് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടി. എനിക്ക് നല്ല പണി കിട്ടി. പണി കിട്ടിയതോ? ഏത് കമ്പനിയില്? എന്റെ കാലിന് പണി കിട്ടിയെന്നാടാ പറഞ്ഞത് തിരുമടാ. ഞാൻ ഇട്ടിട്ടുണ്ട് തിരുമേനി. എന്ത് ബർമോഡ.
ഈ ഇരുട്ടത്തൊക്കെ നടക്കുമ്പോ ഒരു കണ്ണട വെച്ചൂടെ തിരുമേനിക്ക്? ഞാനത് മറന്നു. ഹലോ പ്രഭോ, എന്തേ? കേരളത്തിൽ ചെല്ലുമ്പോ പ്രജകളോട് പറയാനുള്ള സന്ദേശം ഒന്ന് വായിച്ചേ. പത്രത്തിൽ ടിവിയിലൊക്കെ വരാറുള്ളതല്ലേ? ശരിയാ, ഞാനത് കാണാതെ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെട്ടാ. തെറ്റുണ്ടെങ്കിൽ നീ പറഞ്ഞോളോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളി മക്കളെ, നിങ്ങൾക്ക് മഹാബലി ചക്രവർത്തിയുടെ ശർക്കര വരട്ടിയോ? ശർക്കര വരട്ടിയല്ല, മഹാബലി ചക്രവർത്തി. ഇങ്ങനെ കിരീടമൊക്കെ വെച്ചിട്ട് ഓലക്കൊടയൊക്കെ ചൂടി കൊടവേറൊക്കെ ആയിട്ട് ദേ ഇങ്ങനെ അങ്ങനെയുള്ള ചക്രവർത്തിയുടെ ഓണാശംസകൾ. കലക്കി ബാക്കി കൂടി പറയൂ തിരുമേനി. അഴിമതിയില്ലാത്ത, അക്രമമില്ലാത്ത, ജാതി മത ഭേദമില്ലാത്ത ഈ കേരളത്തിൽ നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും വന്നു. ഞാൻ ഭരിച്ചിരുന്ന ഇങ്ങനെയുള്ള കേരളം ഇപ്പൊ ഭരിക്കുന്നവർ സുഹൃത്തം ചെയ്തവരാണ്. കേരളം ഭരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. എന്തിനാ നീ കരയണേ? മോശായോ ഞാൻ പറഞ്ഞത്? ആര് കരഞ്ഞു? ഞാനൊന്നും കരഞ്ഞില്ല തിരുമേനി. ദേ കരയണു. ആരാത്? ആരാന്നാ ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലെങ്കിൽ മറുപടി പറഞ്ഞൂടെ? ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരനാ. ദേ ഒരു വെളുത്ത രൂപം. അടുക്കരുത്. ദേ ആരാണത്? മിണ്ടാതെ വന്ന് മനുഷ്യനെ പേടിപ്പിക്കാൻ. ഇഴഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പിശക. ഒന്ന് മിണ്ടടാ. മിണ്ടുന്നതല്ലേ നല്ലത്? ഇവിടെ എവിടെയും കണ്ടുണ്ട് സാധനം. ഞാൻ കണ്ടു. നീ കണ്ടോ? ഞാൻ കണ്ടു. തിരുമേനി കണ്ടോ? എന്റെ പൊന്ന് തിരുമേനിയെ ഒരു വാമനല്ലേ ചവിട്ടി താഴ്ത്തിയിട്ടുള്ളൂ. കേരളത്തിൽ എന്നെ 140 വാമനന്മാരാണ് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു വെളുത്ത കാർന്നോരുണ്ട്. അയാളുടെ ചവിട്ടാണ് സഹിക്കാൻ പറ്റാത്തത്. ചവിട്ടണത് പോട്ടെ, ഫാമിലി അടക്കം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. അങ്ങനെയാണെങ്കിൽ മോനോട് തബല വായിക്കാൻ പറ. ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങാമല്ലോ. അതൊക്കെ പോട്ടെ, താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എൻ്റെ പൊന്ന് തിരുമേനി, ഒരു 10 ദിവസം ഞാൻ ഈ പാതാളത്തിൽ ഒന്ന് താമസിച്ചോട്ടെ. ഇങ്ങേരിവിടെ ചുളുവിൽ താമസിക്കാൻ വന്നിരിക്കുക. ചുളുവി താമസിക്കാനല്ല, ഒളിവി താമസിക്കാൻ വേണ്ടി വന്നതാ. എന്നാൽ താൻ ഇവിടെ 10 ദിവസം നിൽക്ക്. കേരളം ഭരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഈ മിണ്ടാപ്രാണിയെ പന്ത് കെട്ടി കളിക്കുന്ന അവന്മാരോട് 2 വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കാര്യം. നമുക്ക് കേരളത്തിലേക്ക് പോവാം. എടാ വാടാ. അങ്ങനെ കേരളത്തിലെത്തി. എന്തൊരു നിശബ്ദത, എന്തൊരു ശാന്തത. എവിടെ ശാന്തല്ല, ശാന്തത. ഒന്ന് തന്നാലുണ്ടല്ലോ. അയാള് വെറുതെ പറഞ്ഞതാ. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് ഏതാണ് ഈ സ്ഥലം? ഇവിടെ ഓണാഘോഷം തുടങ്ങിയത് തോന്നുന്നു. കണ്ടില്ലേ, വാളൊക്കെ പിടിച്ച് പരിചമുട്ട് കളിക്കാരി പോകുന്നത്. ഹലോ, വലിയ വാള് പിടിച്ചിട്ടുള്ള ആശാ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്താ? എനിക്കൊരു കാര്യം ചോദിക്കാനാ. വന്ന് ചോദിക്കണോ? അടുത്ത് വായോ. എന്താണ് വന്നല്ല? ഈ പിശാച് പല്ല് വെച്ചിട്ടില്ലാന്ന് തോന്നുന്നേ. അതെ, ഇവിടെ ഓണാഘോഷമൊക്കെ തുടങ്ങിയോ? ഇവിടെ ഓണം വിഷു സംക്രാന്തി ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ പിന്നെ ഓണത്തല്ലല്ല, ഇപ്പൊ ഇവിടെ തമ്മിത്തല്ല. അപ്പൊ പുലിക്കളിയില്ലേ? ഇല്ല, ഇപ്പൊ കൊന്നു കൊലവിളിയാ. കേട്ടില്ലേ നിലവിളി? അപ്പൊ കുമ്മി അടിയോ? കുമ്മിടിയില്ല, വേറൊരു സാധനം ഉണ്ട്. ഒന്ന് കുനിഞ്ഞിന്നേ. എന്താ ഇത്? ഇതാണ് കൂമ്പിനടി. എങ്ങനെയുണ്ട്? അണ്ണാൻ 2 പാഴ്സലായോ? ഞാൻ നാളെ കാലത്തും വൈകുന്നേരമായിട്ട് ഓരോന്ന് കൊടുക്കാം ഇവന്. ചിരിക്കണ്ട, തന്റെ ജാതി ഏതാ? എനിക്ക് ജാതിയും അതൊന്നുമില്ല. എന്നാ ഏതെങ്കിലും ജാതി പോയി ചേർന്നിട്ട് വാ. അതെന്തിനാ? തലവെട്ടി കളിക്കാൻ. എന്റെ അമ്മേ ചേട്ടാ, ഇതേതാ സ്ഥലം? മാറാടാ. ഇത് മാറാടാടാ. മതസൗഹാർദ്ദം കൂടി ഇവിടെ എല്ലാവർക്കും മതളകി. നമുക്ക് ഇവിടുന്ന് ഒന്നിച്ചോടാടാ. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്ങിക്കളി, നാടൻ കല നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ. ജാതിക്കളി, പാർട്ടിക്കളി, ഒരുമാതിരി നാശക്കളി. അങ്ങട് തല്ലിങ്ങട് തല്ല്. നാട്ടിലൂഞ്ഞാലാട്ടമില്ല, വീട്ടിലോണത്തിനൂണുമില്ല. ഇന്ന് പൂക്കളം തീർക്കലും ആർക്കു വിളിക്കലും ടിവിയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്ങിക്കളി, നാടൻ കല നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ. ജാതിക്കളി, പാർട്ടിക്കളി, ഒരുമാതിരി നാശക്കളി. അങ്ങട് തല്ലിങ്ങട് തല്ല്. നാട്ടിലൂഞ്ഞാലാട്ടമില്ല, വീട്ടിലോണത്തിനൂണുമില്ല. ഇന്ന് പൂക്കളം തീർക്കലും ആർക്കു വിളിക്കലും ടിവിയിൽ മാത്രമായി. എന്റെ ഈശ്വര, ഇപ്പൊ ടി വി ഇല്ലെങ്കിൽ തെണ്ടി പോയാനെ. കയ്യിലൊരു ചെറിയ കുന്ത്രാണ്ണം വെച്ചിട്ട് മറിച്ച ചാനല്, മറ്റേ ചാനല്, എന്തിനും പോരാത്തതിന് ഫാഷൻ ചാനല്. എല്ലാവരും ഹാപ്പി ആവാൻ ഇനി വേറെ വല്ലതും വേണോ? പണ്ടു
പണ്ടേ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോൽ മമ്മതെന്നും തൊമ്മിയെന്നും ഭേദമില്ലാതെ നിന്നിരുന്നു. കാവിയിട്ടാൽ അവൻ ഹിന്ദുവായി, പച്ചയിട്ടാൽ അവൻ ഇസ്ലാമുമായി. ഇങ്ങനെ ഈ നാട്ടിലിപ്പോൾ ഓരോ ജാതിക്കും ഓരോ നിറം. സ്മോളടിക്കാൻ ചെന്നിരുന്നാൽ അവിടെയും ഉണ്ടല്ലോ ജാതി ചിന്ത. ഹിന്ദു ഇന്ന് ശിവാസ് അടിച്ചാൽ ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. മമ്മദ് കാക്ക വാശി പിടിച്ചു, ജിന്നുമടിച്ചു. അവരാകെ പിമ്പിരിയായി, നാട്ടിലാകെ തൊന്തരവായി. പിന്നെ മാറാള് പോലുള്ള നാറുന്ന കാര്യങ്ങൾ നാടാകെ കാട്ടിടുന്നു. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്ങിക്കളി, നാടൻ കല നാട്ടിൽ കണി കാണാനിൽ ഇന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരുമാതിരി നാശക്കളി. അങ്ങട് തന്നെ ഇങ്ങട് തന്നെ. ഇവരെന്താ ഇങ്ങനെ തുടങ്ങുന്നത്? ഇതാരെ തോൽപ്പിക്കാനാ? എന്റെ പ്രജകളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പരവശം എടുക്കണു. ചൂപ്പേ, എനിക്ക് ഇത്തിരി വെള്ളം തായോ. തിരുമേനി, ഇവിടുത്തെ പച്ച വെള്ളം പോലും കുടിക്കരുത്, എല്ലാം വ്യാജന. നാട്ടിലെല്ലാം മായമല്ലേ, കാണുന്നതൊക്കെയും വ്യാജനല്ലേ. കള്ളവാറ്റും പെണ്ണുകേസും നാട്ടിൽ പെരുകുന്ന കാലമല്ലേ. പല്ലെടുക്കാൻ ചെന്ന വല്ലഭന്റെ പല്ലുകൾ തല്ലിപ്പറിച്ചെടുത്തു. പല്ലുപോയ വല്ലഭന്റെ കിഡ്നിയും ഡോക്ടർ കട്ടെടുത്തു. പാല വിട്ട് ടോള് വാങ്ങി ആളക്കറക്കണ കമ്പനികൾ. സർക്കാർ ഓഫീസിലെ സാറന്മാര് മത്സരിച്ചാണെന്ന് കൂർക്കമ്പലി. ആഫീസുകളിൽ ചാക്കിൽ കെട്ടിയ നോട്ടുകെട്ടുകൾ. പല പെൻഷൻ നൽകുവാനും നാട്ടിൽ പട്ടിണി മാറ്റുവാനും പാവങ്ങൾക്കായിട്ട് മാറ്റിവെച്ച തുക മൊത്തത്തിൽ പൂഴ്ത്തിവെച്ചു. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്ങിക്കളി, നാടൻ കല നാട്ടിൽ കണി കാണാനിൽ ഇന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരുമാതിരി നാശക്കളി. അങ്ങട് തല്ലി ഇങ്ങട് തല്ല്. നാട്ടിലൂഞ്ഞാലാട്ടമില്ല, വീട്ടിലോണത്തിനൂണുമില്ല. ഇന്ന് പൂക്കളം തീർക്കലും ആർപ്പു പിടിക്കലും ടിവിയിൽ മാത്രമായി. ഇതാ വരുന്നു രക്തരക്ഷസ്. കൃത്യം 2:30-നും 6:30-നും ഇതാ വരുന്നു രക്തരക്ഷസ്. ഹാവു, രക്തരക്ഷസൊക്കെ ഇപ്പൊ സമയം നോക്കിയിട്ടാണോ വരുന്നത്? നിങ്ങൾ ആകാംക്ഷാപൂർവം കാത്തിരുന്ന രക്തരക്ഷസ്, മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുവാൻ ഇതാ വരുന്നു രക്തരക്ഷസ്. ഡ്യൂപ്പേ, ദേ ഒരു രക്തരക്ഷസ് പോണു. കൂടെ പോലീസിന്റെ എസ്കോർട്ട് ഉണ്ടല്ലോ. ഇവരൊക്കെ ഗുരുവായൂർ തൊഴാൻ പോവാണോ? തിരുമേനി, അത് രക്തരക്ഷസല്ല, ഒരു ബദ്രിയ. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. രണ്ടുപേർക്കും ഒരു പണി തന്നെയല്ലേ. എന്ത് പണി? മനുഷ്യന്റെ ചോര കുടിക്കല്. തമ്മിൽ ഭേദം രക്തരക്ഷസ. അത് 2:30-നും 6:30-നും അല്ലേ ഉള്ളൂ. മറ്റേത് കുടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ വിടുള്ളൂ. എന്തൊരു കുടിയാ കുടി. കുട്ടികള് അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പോലെയല്ലേ അവ കുടിക്കുന്നത്. കാറിൽ അവന്റെ കള്ളച്ചിരി കണ്ടോ? കൊച്ചു കള്ളാവുന്ന നിക്കടാ. ഈ തിരുമേനിയുടെ ഒരു കാര്യം, തിരുമേനി ചന്ത. എടാ, തന്തയ്ക്ക് വിളിക്കേ. തന്തയ്ക്ക് വിളിച്ചതല്ല, ചന്ത എത്തിയെന്ന് പറഞ്ഞതാ തിരുമേനി. ഹാവൂ, ദേ ഓണായിട്ട് ഒരുപാട് പച്ചക്കറി വന്നിട്ടുണ്ടല്ലോ. പച്ചക്കറിക്കൊക്കെ വില കുറഞ്ഞു കാണുമല്ലേ? വില കുറഞ്ഞതല്ല, വില കൂടിയിട്ട് ആരും മേടിക്കാതെ കെട്ടിക്കിടക്കുന്നതാ. പച്ചക്കറിക്ക് വില കൂടിയാലെന്താ, മീനിന് വില കുറവാണെന്ന് തോന്നുന്നു. ദേ ലോറിന്ന് കൊട്ടക്കണക്കിനല്ലേ മത്തി കോരിയിടുന്നത്. അത് മത്തിയും ചാലൊന്നുമല്ല, മൊബൈൽ ഫോണാ. ചുവട്ടി എന്റെ ഈശ്വര, പട്ടീനെ അറിയാൻ വരെ ഇപ്പൊ മൊബൈൽ ഫോണോ ഉപയോഗിക്കണേ. ഇതിനൊന്നും ഒരു വിലയില്ലേ? ഞാൻ ഒരു ചവിട്ടില്ല എന്നെ കടിക്കാൻ വരിക. അതിനെങ്ങനെയാ നന്നാവുക? രാഷ്ട്രീയക്കാരെ കണ്ടല്ലേ പട്ടികളും പഠിക്കണത്. കിലോവട്ട് 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 റൈറ്റ്. ഡാഡ്യൂപ്പേ, നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോ കേട്ട മന്ത്രിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ ഈ ശബ്ദം. ഇയാൾക്ക് ഇപ്പൊ ചാള വെക്കല പണി. ഇതാ മന്ത്രിയല്ല, ആ മന്ത്രിയുടെ ശബ്ദമുള്ള വേറൊരാളാ, ഒരു മിമിക്രിക്കാരൻ. ഈ മിമിക്രിക്കാരന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇവന്മാരെന്റെ ശബ്ദം അനുകരിച്ച് എന്റെ ശബ്ദം എനിക്ക് എന്നെ പിടിയില്ലാണ്ടായി. ഡാഡ്യൂപ്പേ, എന്റെ ശബ്ദം എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരൂ, എനിക്ക് സംസാരിക്കാനാ. പിടികിട്ടി. അല്ലെങ്കിൽ ഞാൻ തെണ്ടി പോയാനെ. ഇനി എനിക്ക് സുഖമായിട്ട് സംസാരിക്കാലോ. ആ ചേട്ടാ, ഇങ്ങോട്ട് വാ. മൊബൈൽ ഫോൺ 10 രൂപ, 10 രൂപ, 10 രൂപ, കിലോ 10 രൂപ, കിലോ 10 രൂപ, കിലോ 10 രൂപ. അര കിലോണാ? അല്ല, 1 കിലോ 10 രൂപ. എന്നാ 1 കിലോ മൊബൈൽ ഫോൺ തൂക്കിയേ. ആ, 1 കിലോ പിടിച്ചേ. ഇടുന്നേ, 2 കൂടി ഇടുന്നേ. എന്നാ 4 കൊണ്ടുപോ. മാമ്പയം മാമ്പയം മാമ്പയം, പച്ചമാങ്ങ നാട്ടുമാവിലെ നല്ല പൈത്ത മാങ്ങണ്ടേ. ഡാഡ്യൂപ്പേ, നമ്മുടെ ഇക്കല്ലേ ഇത്?
നമുക്ക് 2 മാമ്പഴം മേടിച്ച് തിന്നാലോ? 2 മാമ്പഴം തന്നെ ഭയങ്കര വെച്ചപ്പാ. പഠിച്ചോന് ഇത് ആരാണിത്? നമ്മുടെ മാവേലിയും ഡൂപ്പുവാണില്ല. കിളിച്ചുണ്ട മാമൻ തരട്ടെ. മധുരം ഉണ്ടാവോ? മധുരമുള്ളത് നമ്മള് മാറ്റി വെച്ചേക്കാണ്. മാറ്റി വെച്ചേക്ക്. ആ പുറത്ത് വെച്ച് കഴിഞ്ഞാ കൊത്തിക്കൊണ്ടു പോകുന്നേ. കാക്കയാണ്? അല്ല, കോളേജിൽ പഠിക്കുന്ന പിള്ളേര് കാക്ക കൊത്തണ പോലെയല്ലേ കൊത്തിക്കൊണ്ടു പോണത്. വേറെ പിന്നെ എന്താ ഉള്ളേ? ഗ്രാമഫോൺ തരട്ടെ. മാങ്ങയുടെ കൂടെ ഗ്രാമഫോൺ വെക്കുന്നുണ്ട്. ഇത് ഫോണല്ല, സിനിമയുടെ കള്ള CD-യാണ്. ഇതിലേതാ വേണ്ടേന്ന് നോക്കിയേ. പറഞ്ഞേ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, തിളക്കം, വെള്ളിത്തിര, കോണിക്ക് ബാച്ചിലർ, മീരയുടെ ദുഃഖവും മുത്തുന്റെ സന്തോഷവും. അയ്യോ പാവേ. പിന്നെ ഡിസ്കഷൻ. എന്താ ഡിസ്കഷൻ? അതേത് പടാ? അത് പുതിയ പടത്തിന്റെ ഡിസ്കഷൻ എറണാകുളം എലൈറ്റ് ഹോട്ടലിൽ നടക്കുന്നുണ്ട്. ഡിസ്കഷൻ അല്ലേ നടക്കണുള്ളൂ, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ലല്ലോ. ഷൂട്ടിംഗ് തുടങ്ങിയാ തുടങ്ങാണ്ടിരിക്കാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യം എന്താണ്? CD ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കാണുന്നേ. എന്താ പേര്? എന്താന്ന്? എന്താ പേര്? പഠിച്ചോനെ നമ്മുടെ പേരാ. നമ്മുടെ പേര് മൂസ. CD വിൽക്കണ കാരണം നാട്ടുകാർ വിളിക്കണത് CD മൂസക്ക എന്നാണ്. അപ്പൊ CID മൂസ ആരാ? അത് നമ്മളെ പിടിക്കാൻ നടക്കണ മനുഷ്യൻ. നിന്നെ പിടിക്കാൻ CID മൂസ തന്നെ വേണമെന്നുണ്ടോ? പഠിച്ചോനെ അങ്ങനൊന്നുമില്ല. ആര് പിടിക്കാൻ വന്നാലും നമ്മൾ ഓടി രക്ഷപ്പെടും. നമ്മളെ പിടിക്കാൻ പറ്റൂല. എങ്കിൽ ഡ്യൂപ്പേ വട്ടം കെട്ടി പിടിച്ചോടാ. തിരുമേനി പിടിച്ചു ഈ CD. എടാ ഇങ്ങട് തിരിച്ച് പിടിക്ക്. എനിക്ക് ഇടിക്കാൻ പാകത്തിന് ഞാൻ 4 പട്ടാണി കുത്തവനെ കുത്തട്ടെ. കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഓരോരോ നിർമ്മാതാക്കള് പടം പിടിക്കുമ്പോ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നീ CD ഇറക്കുമല്ലേടാ. എന്റെ പൊന്നു മാവേലി തല്ലല്ലേ. പണ്ട് ഷക്കീല ചിത്രങ്ങൾ പിടിച്ചിരുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞമ്മള്. അതാണ് നിനക്കൊരു ക്ഷീണമല്ലേ. ഇപ്പൊ ഷക്കീൽ അഭിനയിക്കാൻ വരാത്ത കാരണം നമ്മുടെ കാര്യം ആകെ കഷ്ടത്തിലായി. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാശ് കിട്ടുന്ന ഒരു മാർഗം ഈ CD കച്ചവടം മാത്രമേ ഉള്ളൂ. എന്നാലും എന്റെ പൊന്നു ഷക്കീലെ, ഈ കൊലച്ചതി നമ്മളോട് വേണ്ടായിരുന്നിട്ടാ. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞു. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. നീയില്ലാത്ത കേസിൽ ആള് കുറഞ്ഞു. കാതരയാം നീ എവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാരെ, മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി, നീ മധുരം തരാത്തതെന്തേ. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞു. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാരെ, മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി, നീ മധുരം തരാത്തതെന്തേ. കരളെ നിൻ പടം ആദ്യം കാണുവാൻ ചോറും പൊതിയുമായി ക്യൂവിൽ നിന്നു. മഴയും തീപ്പൊരി വെയിലും കൊണ്ടു ഞാൻ ഞെങ്ങി ഞെരുങ്ങിയ ക്യൂവിൽ നിന്നു. ചാടി ഞാൻ കടന്നു, മൂക്കും കുത്തി അന്നു വീണു, കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് അയ്യോ 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 അയ്യോ. ഞൊണ്ടി ഞൊണ്ടി ഞാൻ നടന്നു, കൗണ്ടറിലേക്ക് എത്തിയിട്ട് കുട്ടിലേക്ക് കൈയിട്ടതും ക്ലോസ് 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 ക്ലോസ്. എത്രമാത്രം പാടുപെട്ട് നിന്റെ ചിത്രം മാത്രം കണ്ട ഇത്രമാത്രം ആളുകളെ സൂത്രത്തിൽ പറ്റിച്ചിട്ടെങ്ങു പോയി. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞു. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാരെ, മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി, നീ മധുരം തരാത്തതെന്തേ.
നീയില്ലെങ്കിലും നിന്റെ കൂട്ടുകാർ ഒരുപാടുണ്ടല്ലോ സിനിമാ ഫീൽഡിൽ. നിന്നെ വെല്ലുവാനാവില്ലെങ്കിലും അവരോടും എനിക്കാരാധന. മറിയ രേഷ്മി രമ്യ സിന്ധു വനജ ഗിരിജ കവിത റോഷ്നി സജിനി ശാന്തി അവള് ഇവള് ഇവരെല്ലാരും ഒത്തുവന്ന സിനിമയിൽ നീ ഗസ്റ്റ് റോളിൽ വെറുതെ ഒന്ന് വന്നുപോയാൽ കാസർഗോഡ് ഗീത തൊട്ട് പാറശാല ധന്യവരെ നിന്റെ പടം എന്ന് വരും, ഷക്കീല കുഞ്ഞി എന്ന് വരും. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞ് കിക്കിളിക്ക് നരപ്പൂത്തുമ്പി കിക്കിളി ചകരണി. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. കിക്കിളിക്ക് നരപ്പൂത്തുമ്പി കിക്കിളി ചകരണി. നീയില്ല ടാക്കീസിൽ ആള് കുറഞ്ഞു. കാതരയാ നീ എവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതെന്തേ എന്റെ പുന്നാരേ, മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി നീ മധുരം തരാത്തതെന്തേ. ഷക്കീല ചിത്രങ്ങൾ പോയി മറഞ്ഞു. ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. ഇനിയും വരാത്തതെന്തേ എന്റെ കുഞ്ഞാരേ, മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി നീ മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ ഷക്കീലേ, മധുരം തരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എന്റെ ഷക്കൂ നീ മധുരം തരാത്തതെന്തേ. വരൂ രാജാവാകൂ, 10 രൂപ മുടക്കി നിങ്ങൾക്കും രാജാവാകാം. വരൂ വരൂ രാജാവാകൂ. എന്റെ ഈശ്വര, വന്ന് 10 രൂപ കൊടുത്ത രാജാവാവുന്ന കാലായ. വരൂ രാജാവാകൂ, 10 രൂപ മുടക്കി നിങ്ങൾക്ക് രാജാവാകാം. ഹലോ, ഞാൻ ഒരു 20 രൂപ തരാം. എന്റെ ഒരു മഹാരാജാവാക്കാമോ? അയ്യേ, ഇയാളും തൊട്ടി പറയണ ചേട്ടാ, ഇത് ലോട്ടറിയാണ്, കമ്പ്യൂട്ടർ വഴിയുള്ള ലോട്ടറി. ഇതെന്താ ഈ വണ്ടികളൊക്കെ ഇത്ര സ്പീഡിൽ പോണേ? അതെ ചേട്ടാ, ഇതെന്താ കാറോട്ട മത്സരാണോ? അതൊക്കെ ആറോട്ട മത്സരമൊന്നും അല്ല. അവിടെ സ്ഥലപ്പേര് വെച്ച് സംസാരിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ ചാനലുകാർ മത്സരിച്ച് പോവുകയാണ് അങ്ങോട്ട്. ഡ്യൂപ്പേ, സ്ഥലപ്പേര് വെച്ച് സംസാരിക്കുന്ന ആൾ ഏത് സ്ഥലത്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വാടാ. എന്താ സാറിന്റെ പേര്? ജഗതി. അഗതിയാ? അഗതിയല്ല ജഗതി. ഓ, ജഗതി സ്ഥലപ്പേരാണല്ലേ? എടാ, ഞാൻ സ്ഥലപ്പേര് കുട്ടി സംസാരിക്കുന്ന ആളല്ലേ? ഞാനത് മറന്നുപോയി. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വിചിത്ര ജീവി ഇവിടെ പിറന്നുപോയി. സാറിന്റെ ജന്മനാടോ? മുണ്ടൂരി. മുണ്ടൂരെ ഞാൻ പാന്റല്ലോ എടുത്തേക്കുന്നത്. എടാ, ഞാൻ ജനിച്ച സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞത്. ഭാര്യയോ? കന്യാകുമാരി. ഓ, കന്യാകുമാരി. ഓ, കന്യാകുമാരി അല്ലേ, വെറും കന്യാകുമാരി. മക്കളോ? ഒന്ന് റാന്നി, ഒന്ന് കോന്നി. എനിക്ക് തോന്നി വളരെ നന്ദി. നന്ദിയാ? എടോ, നന്ദി അല്ല നന്ദി. ഓ, സാറേ, ഞാൻ ചോദിക്കുന്നത് വല്ല തെറ്റുണ്ടാ? എടാ, നീ പറഞ്ഞ മുഴുവൻ കളമശ്ശേരിയാടാ. എന്ത്? എടാ, എല്ലാം നെടുമ്പാശ്ശേരിയാണെന്ന്. ഓ, ശരിയാണെന്നല്ലേ? ആ. സാറേ, അതാരാ? എന്റെ പെങ്ങളാ മൂകാംബിക. അല്ല, ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ലേ? അതുകൊണ്ടാണ് അവൾക്ക് മൂകാംബി എന്ന് പേരിട്ടത്. സാറേ, സാറിന്റെ മൂത്ത മോള് സ്ഥലത്തില്ലേ? അവൾക്ക് വയറ്റില്ല. എപ്പോ കല്യാണം കഴിഞ്ഞു? എടാ, അവള് കുവൈറ്റിലാണെന്ന്. ആ, ഇവിടെ ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടല്ലോ. എത്ര തെങ്ങുണ്ട്? 1000 തെങ്ങ്. കായ്ഫലം ഉള്ളതാ? 5 തെങ്ങ്. ബാക്കി മുഴുവൻ പേട്ട. എന്ത് വളമിടണത്? കോവളം. ഓ, കോമളം. കോമളമല്ല, കോവളം. ചേട്ടനെ കുറിച്ച് അയൽക്കാരുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. എന്താണ്? വെറും തൃപ്പൂണിത്തറ. സാറിന്റെ ജോലി എന്താ? തലവടി. അത് സ്ഥലപ്പേരല്ലേ? അത് തന്നെയാണ് എന്റെ പണി. സാറ് പണ്ടത്തേലും വളരെ ക്ഷീണിച്ചു പോലെ. എന്ത് പറ്റി? ഒരു കൊയിലാണ്ടി തിന്നതാടാ. ഓ, കപ്പലണ്ടി. ആ. എന്നിട്ട് എന്ത് പറ്റി? കോതമംഗലം കൂത്താട്ടുകൾ പോയി പോയടാ. എന്ത് പറ്റിയത്? എടാ, കോയമ്പത്തൂർ പിടിച്ചെന്ന്. ഓ, കുഴപ്പം വല്ലതും ഉണ്ടോ? പെരുവണ്ണാപുരം പോലെ ഇരുന്ന് ഞാൻ നേര്യമംഗലം പോലെ ആയിപ്പോയി മോനെ. എന്റെ അമ്മോ. എന്ത് പറ്റി? ഒരു വേദന. എവിടെ? ഇടുക്കിയില്. ചേട്ടാ, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതിന് വല്ല തെറ്റുണ്ടാ? ഒരു തെറ്റുമില്ല. നീ പറയണ മുഴുവൻ ചങ്ങനാശ്ശേരിയാണ്. എന്ത്? എടാ, എല്ലാം ചെറുശ്ശേരിയാണെന്ന്. സാറ് രാവിലെ എന്താ കുടിക്കുന്നത്? എടാ, ഒരു കൊണ്ടോട്ടി, അല്ലെങ്കിൽ ഞാനൊരു ബോൾഗാട്ടി കുടിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കൊരട്ടി കുടിക്കും. ഓ, ടീ. ആ. അല്ലാതെ? പാലാ. അത് സ്ഥലപ്പേരല്ലേ? എടാ, ഞാൻ കുടിക്കണതും പാലാ. അപ്പൊ തിന്നണതാ? ആലുവ. ആലുവ. ഉച്ചക്ക് ചോറില്ല, ഒള്ളി ഷാർജ. സാറിന്റെ കൈ എന്ത് തണർത്തിരിക്കുന്നത്? ഓ, എന്റെ പൊന്നു മോനെ, എനിക്കൊരു കുമളി പറ്റി. പാണാവള്ളിയിൽ തൊട്ടാടാ. അയ്യോ, ഇതെന്താ മുഖത്ത്? രാമങ്കരി. അപ്പൊ ഈ പാടാ? ചേപ്പാട്. മറ്റേ പാടാ? ഹരിപ്പാട്. ഓ, ഭയങ്കര കഷ്ടപ്പാടാണല്ലേ? എന്റെ പൊന്നു മോനെ, ഇവിടെ ജീവിക്കണമെങ്കിൽ ഭയങ്കര കൈപ്പഴമുട്ട. സാറിന്റെ ബിസിനസ് ഒക്കെ എന്താണ്? ഭയങ്കര ജീവിക്കാൻ ഭയങ്കര പള്ളിപ്പാടാ മോനെ. എന്ത് ബിസിനസ് ആയിരുന്നു? ഇരിങ്ങാലക്കുട ബിസിനസ്. ഓ, കൊട ബിസിനസ്. ആ. അതെന്തായി? ഊത്താട്ടോള് പോയി. ഓ. പിന്നെ പൈപ്പിംഗ് ബിസിനസ് തുടങ്ങി. ഓ, പിന്നെ ബിസിനസ്. ആ. അതെന്തായി? അത് കുന്നംകുളം പോയി. പിന്നെ ഒരു ബിസിനസ് തുടങ്ങാനിരിക്കണേണ് മുത്തങ്ങ. എന്റെ പൊന്നു സാറേ, ചെയ്യല്ലേട്ടാ. സാറിന്റെ കോതമംഗലം എറണാളായിപ്പോ. നീ എന്റെ ഇരുന്നിരിപ്പ് ചമ്പക്കളൊക്കെ കളയല്ലടാ. സാറേ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? നീ പറഞ്ഞ മുഴുവൻ ചെറുപ്പള ശരിയാണ്. സാർ അത് എന്തു മരമാണത്? അതാ ആറന്മുള. ഇത് കട്ടപ്പന. ആ വളഞ്ഞു നിൽക്കണതാ? അത് കൂരമ്മാവ്. സാറിന്റെ ഭാര്യനെ കണ്ടില്ല. എടാ, അതൊരു വിശേഷം പറയാനുണ്ട്. ഭാര്യയുടെ കാലടിയിൽ ഒരു വെന്ത്രാപ്പിന്നി കയറി ഭയങ്കര ചമ്പക്കരയായിരുന്നു. ആ, കാലിൽ പിന്നെ കയറിയിട്ട് ഭയങ്കര കരച്ചിലാണെന്നല്ലേ? കുഴപ്പമല്ലോ ഉണ്ടോ? പിന്നെ കുറ്റിപ്പുറത്ത് ഭയങ്കര നീരുണ്ട്. ഓ, എന്റെ പൊന്നിയേട്ടാ, ഞാൻ ഇവിടെ വരാൻ പറ്റൊരു പാട്. എന്താടാ? അപ്പുറത്ത് കൂടി വരാന്ന് വെച്ചാൽ മൂവാറ്റുപുഴ, ഇപ്പുറത്ത് കൂടി വരാന്ന് വെച്ചാൽ തൊടുപുഴ, അപ്പുറത്താണെങ്കിൽ മലമ്പുഴ. അപ്പൊ നിനക്ക് പടിഞ്ഞാറപ്പുറത്തുകൂടി വന്നൂടെ? അതെങ്ങനെയാണ്? അവിടെ ഒരു കുത്തിയ തോടല്ലേ? എടാ, അതിന്റെ പുറത്തുകൂടി ഒരു ഒറ്റപ്പാലം
ഇല്ലേ? ഓ തുമ്മണത് പോലും കൊച്ചിന്നും പറഞ്ഞുകൊണ്ട് കോട്ടുവായാണെങ്കിലേ ഗോവാന്ന്. എടാ നോക്കി ഇങ്ങോട്ട് നിക്കട്ടാ. അതെന്താ താഴെ കഞ്ഞിക്കുഴിയാണ് വീണ നിന്റെ പൊന്നാരിമംഗലം തകർന്നു പോകും. സാറേ സാറിന് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒറ്റ അഭിപ്രായം ഉള്ളു, പൊന്നാനി. പൊന്നാണ് നീ. അതൊക്കെ പോട്ടെ, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? സാർ ഒരു പുത്തൻ കുരിശാണ്. എന്റെ കാസർഗോഡ് ഡാ പുത്തൻ കുരിശേ, ഇതായി മാവേലിക്കര പാതാളമോ? ഡാ വേതാളെ, നീ എങ്ങനെയാണ് ഈ സ്ഥലപ്പേര് കൂട്ടി സംസാരിക്കാൻ പഠിച്ചത്? ഒരു വീട് വെക്കാൻ വേണ്ടി ലോണിന് ബാങ്ക് മുഴുവൻ കയറി ഇറങ്ങി. അവസാനം ലോണും കിട്ടി, കേരളത്തിലെ മൊത്തം സ്ഥലപ്പേരും കിട്ടി. എന്നിട്ട് നീ വീട് വെച്ചോ? വീട് വെച്ച കഥ പറഞ്ഞാൽ ചെന്നിത്തല തെറിച്ചു പോകും. അതെന്താ പറയടാ. കഷ്ടകാലം 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 കഷ്ടകാലം. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ. വീടു പണിയുവാൻ ലോണിനായി നിറങ്ങി ഞാൻ. ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. അഞ്ചാറു ലോഡു കല്ലിറക്കി റോഡരികിൽ യൂണിയൻകാരുമായി ഒടക്കി. കമ്പിയും സിമന്റും കടം വാങ്ങി അടിച്ചു. ചരലിനു വേണ്ടി ഞാൻ അലഞ്ഞു. പണി ചെയ്യാൻ മടിയുള്ള പണിക്കാരെ തന്നെ ദൈവമെനിക്കു തന്നു. എനിക്കു തന്നു എനിക്കു തന്നു. നീണ്ട 4 കൊല്ലം ഈ പണിക്കാര് പണിതിട്ടും വീടിന്റെ തറ പോലും ഉയർന്നിട്ടില്ല. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ ഇറങ്ങി ഞാൻ. ബാങ്കിലെ തവണകൾ അടക്കുവാൻ മുടങ്ങി. മാനേജർ എന്നെ വന്നു പിണങ്ങി. സങ്കടം തീർക്കുവാൻ സ്മാളടി തുടങ്ങി. പ്രിയതമ ഡൈവോഴ്സിനൊരുങ്ങി. അടച്ചാലും ജന്മത്തു തീരാത്ത മുടിഞ്ഞ ലോണുകളെ, സ്കീമുകളെ, ലോണുകളെ. എന്റെ 4 സെന്റിലെ പ്ലാവിന്റെ കൊമ്പത്ത് ഒരു മുഴം കയറിൽ ഞാൻ തൂങ്ങിക്കോട്ടെ. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ. ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാരി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. ഡ്യൂപ്പേ, ഓണായിട്ട് ഒരു ഉടുക്കോട്ട് കേട്ടു, പക്ഷെ പാട്ട് ഇതുവരെ കേട്ടില്ലല്ലോ. പാട്ടല്ല, ആ കേൾക്കുന്നത് പ്രാക്ക. മുടിയേറെ
മറ്റേ രാഷ്ട്രീയം പറഞ്ഞു നടന്നിങ്ങനെ കുടുംബം കുട്ടിച്ചോറാക്കി. പെങ്ങളെ, ആരെ പെങ്ങള്? അമ്മേ, ആരമ്മേടാ? അമ്മൂമ്മ. അമ്മുമ്മേ? ആരമ്മുമ്മ? ഈ തള്ളേരെ സ്വഭാവം ഒരു മരപ്പെട്ടിരെ പോലെയാണല്ലോ. ചേച്ചിയെ അങ്ങനെ വിളിക്കേ. തള്ളേനെ എന്താണ് അവ തെക്കോട്ടേക്ക് എടുക്കണേ? ആരാ? എന്താ? അങ്ങേരാണെങ്കിൽ ഇവിടെ ഇല്ല, അങ്ങേര് ചത്തുപോയി. പിരിവെടുത്ത കാശിന്റെ ഇങ്ങോട്ട് കൊണ്ടെത്താന്ന്. എന്താ സ്ത്രീകൾ ഇങ്ങനെ പെരുമാറണേ? സുഖല്ലേ? എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ, അപ്പൊ അറിയാം ഞാൻ ആരാണെന്ന്. മാവേലിയാണല്ലേ? അപ്പൊ ആദ്യം മനസ്സിലായില്ലല്ലേ? എന്താണ് ഈ ഓളിയിടുന്നത്? ഞാൻ ഓളിയിടുന്നതല്ല, ഞാൻ ചിരിക്കുന്നതാ. ഞാൻ വിചാരിച്ച് കോഴി മുട്ടയിട്ടിട്ട് കൊക്കറക്കോത്തും പറഞ്ഞു പോടേന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ട് ഒരെണ്ണം. അല്ല വല്യമ്മേ, ചേച്ചി അങ്ങനെ വേലായുധേട്ട എവിടെയുണ്ട്? പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞേച്ച മനുഷ്യനാ ഇപ്പൊ കരിമ്പിൻ ചണ്ടി പോലെ കിടക്കണത്. വേലായുധന് എന്തായിരുന്നു ജോലി? മന്ത്രിനെ തഴയണ കമ്പനിയിലായിരുന്നു ജോലി. മന്ത്രിനെ തടയണ കമ്പനിയാ? കണ്ണൂരുള്ള മന്ത്രിനെ തഴയണ കമ്പനി. ഇപ്പൊ പിടികിട്ടി പാമ്പ് പറശ്ശിനി കടവ്. എനിക്ക് ആളെ മനസ്സിലായി. എന്നിട്ട് പാർട്ടിക്കാര് എന്നെ ഫോണും വെച്ച് തന്നിട്ടുണ്ട്. എവിടെയാണ് തടയെന്ന് വെച്ചാല് അവിടേക്ക് ചെല്ലാൻ പറയും. ഇപ്പൊ മന്ത്രിനെ തടയണ കമ്പനി പിരിച്ചു വിട്ടിരിക്കാണ്. ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി കിടക്കണം. കേട്ടില്ലേ എന്തിനു പറയണു? രാഘവൻ എന്ന പേരുള്ള ആരെ കണ്ടാലും അങ്ങേര് പോയി അപ്പ തടയും. ഇന്ന് രാവിലെ ചെത്തുകാരൻ രാഘവൻ ചെത്തിക്കഴിഞ്ഞ് വരുമ്പോൾ ഇയാള് കയറി തടഞ്ഞി. രാഘവൻ എല്ലുമുട്ടിയെടുത്ത് നെഞ്ചും കൂടെ ഒരൊറ്റ അടി. അന്ന് തുടങ്ങി ഉടുക്കൂട്ടും പാട്ടോട് എന്നാണ് വിളക്ക് വെക്കണെന്ന് അറിയാൻ പാടില്ല. കേട്ടില്ലേ? ഇതാണ് അവസ്ഥ. അല്ല, എനിക്ക് വേലായുധനൊന്ന് കാണാൻ പറ്റും? ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ആർക്ക് വേണമെങ്കിലും കേൾക്കാനാ. എന്താ വേലായുധ, ഓണായിട്ട് ഇങ്ങനെ കിടന്നാ മതിയോ? നമുക്കൊന്ന് കൂടണ്ടേ? എന്ത് എന്റെ 16 അടി യന്ത്രോ? അതല്ല വേലായുധ, ഓണം കൊള്ളണ്ടേന്ന്. കൊണ്ടോ ഒറ്റക്ക് കൊണ്ടോ ഒരുപാട് കൊണ്ടവനാണ് ഞാൻ. അല്ല, മൂത്ത മോളുണ്ടായിരുന്നല്ലോ സൗദാമിനി, അവളുടെ കല്യാണം കഴിഞ്ഞോ? അവളുടെ കല്യാണം കഴിഞ്ഞു. അവളുടെ കല്യാണത്തിന് എനിക്ക് ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതൊക്കെ പാർട്ടിക്കാർ നടത്തി തന്ന്. ആ കല്യാണത്തിന്റെ അച്ചപ്പവും കൊലപ്പവും മുണ്ടയും നെയ്യപ്പവും എല്ലാം പാർട്ടിക്കാരെന്നെ രാത്രി ഇരുന്ന് ഉണ്ടാക്കി തലേന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന്. ഇപ്പൊ അവൾക്ക് എത്ര കുട്ടികളുണ്ട്? 7 കൊല്ലമായിട്ട് അവൾക്ക് കുട്ടികളുണ്ടായില്ല. ഞാൻ ചെന്ന് പാർട്ടി ഓഫീസിൽ പറഞ്ഞ് പിന്നെ അധികം വൈകിയില്ല. എന്തിന് പറയാണ്? ഇപ്പൊ അതേ വീട് നിറച്ചും പിള്ളേരെ ഇങ്ങളെ കൊണ്ട് നടക്കാൻ പാടില്ലാണ്ടായി. ഇനി എന്താ അറിയണ്ട? ചിരിയോ ചിരിയായുസിന്റെ നീളം കൂട്ടും മരുന്നാണളിയോ. ചില ചിരിയോ അത് മനുഷ്യനെ കറക്കുന്ന കെണിയാണളിയോ. ചിരി പലതരം ചിരിയുണ്ട്, കള്ളച്ചിരി, പൊട്ടിച്ചിരി, വിട്ടിച്ചിരി, പുച്ചച്ചിരി, ഊളച്ചിരി, കൊലച്ചിരി. ചിരിയോ ചിരിയായുസിന്റെ നീളം കൂട്ടും മരുന്നാണളിയോ. ചില ചിരികൾ അത് മനുഷ്യനെ കറക്കുന്ന കെണിയാണളിയോ. ചിരി പലതരം ചിരിയുണ്ട്, കള്ളച്ചിരി, പൊട്ടിച്ചിരി, വിട്ടിച്ചിരി, പുച്ചച്ചിരി, ഊളച്ചിരി, കൊലച്ചിരി. മുൻമുഖ്യൻ വാ തുറന്ന് ഇവിടെന്തു പറഞ്ഞാലും അത് കേട്ട് ചിരിയല്ലേ നാടാകെ. ഇവിടിപ്പോൾ ഭരണത്തിൽ ഒരു മുഖ്യനിരിക്കുന്നു, അതിയാന്റെ ചിരി കാണാൻ കൊതിയാകുന്നു. മദറില്ലാജാകുമ്പോൾ മരുമോള് ചിരിക്കുന്നു, കരയുന്നതൊരാക്ടിങ് അല്ലേ ചങ്ങാതി. ഇരുളുമ്പോൾ ഇടവഴിയിൽ ശൃംഗാരച്ചിരിയോടെ പൂചൂടിയ പെണ്ണുങ്ങൾ നിൽക്കുന്നു. ടിവിയിലെ പല പല കോമഡികൾ കാണും നേരം ഒന്നായിട്ടെല്ലാരും പൊട്ടിച്ചിരിക്കുന്നു. ചിരികൾ നാട്ടിൽ മിമിക്രിക്കർ കാട്ടണ കിടിലൻ ചിരികൾ. ചിരികൾ ഫിലിം സ്റ്റാറുകൾ ചിരിക്കുന്ന സ്റ്റൈലൻ ചിരികൾ. ചിരി പലതരം ചിരിയുണ്ട്, കള്ളച്ചിരി, പൊട്ടിച്ചിരി, വിട്ടിച്ചിരി, പുച്ചച്ചിരി, ചതിച്ചിരി, കൊലച്ചിരി. ഹോയ് 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 ഹോയ്.
അയ്യോ അയ്യോ അതെ എന്റെ ചിരി എങ്ങനെയുണ്ട്? വോട്ടിന്റെ സമയത്ത് ഒരു മഞ്ഞ ചിരിയോടെ വാതിൽക്കൽ എത്തുന്നു സ്ഥാനാർത്ഥി. നേതാവായി തീരുമ്പോൾ ഒരു ഉച്ചച്ചിരിയോടെ ഒടിവെച്ച സ്റ്റേറ്റ് കാറിൽ പായുന്നു. തലകുത്തി മറിഞ്ഞാലും ചിരിക്കാത്ത ബോറന്മാർ പെട്ടെന്ന് ഹാർട്ട് പൊട്ടി ചാകുന്നു. തലതെറിച്ച പെൺമകളെ പാടുപെട്ട് കെട്ടിച്ച് ബ്രോക്കറും തന്തേം തള്ളേം ചിരിക്കുന്നു. ആ പെണ്ണിനെ കെട്ടിയവൻ ചെമ്പരത്തി പൂവും ചൂടി നാലാം പക്കം റോഡിലൂടെ ചിരിച്ചോണ്ട് നടക്കുന്നു. ഹൊയ് 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 ഹൊയ്. ചിരി ചിരിയോ അത് ആയുസിന്റെ നീളം കൂട്ടും മരുന്നാളയോ. ചില ചിരികൾ അത് മനുഷ്യനെ കറക്കുന്ന കെണിയാണളിയോ. ചിരിച്ചാലും മരിക്കുന്നു, കരഞ്ഞാലും മരിക്കുന്നു, എന്നാലും എല്ലാവർക്കും ചിരിച്ചുകൊണ്ടിരുന്നൂടെ. എന്റെ ദൈവമേ, എത്ര നേരമായി വിളിക്കണത്? ഒന്ന് എഴുന്നേറ്റേ. സമയം എത്രയായിന്നറിയോ? 9:15 കഴിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ബില്ലടിക്കും. പിള്ളേര് കളിയാക്കും. ഇന്നലെ പോയില്ലേ, മിഞ്ഞാന്ന് പോയില്ലേ. ഇങ്ങനെ ചക്കര പോവാതിരുന്നാലേ പിള്ളേര് കളിയാക്കില്ലേ. എഴുന്നേൽക്കടാ. ഓ എഴുന്നേക്കട കള്ള. എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയുമോ? എന്റെ ചക്കരക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കുളിക്കണ്ട, പല്ല് തേക്ക്. എന്നാ പല്ല് തേക്കടാ. ദേന വേഗം കൂടാ. ഒന്ന് എണീറ്റേ. ഹാവൂ എന്റെ പെങ്ങൾ ഒന്നും ഇങ്ങോട്ട് വന്നേ. കുറെ നേരമായില്ലോ ഞാൻ കേൾക്കണത് ആ കൊച്ചിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കണത്. ആ കുട്ടി ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് കരുതിയിട്ട് ഫ്ലൈങ് സ്ക്വാഡ് ഒന്നും വന്ന് പിടിക്കില്ലല്ലോ. നിങ്ങൾ ആരുടെ കാര്യം പറയണേ? നിങ്ങളുടെ കുട്ടിയുടെ കാര്യം. കുറെ നേരമായില്ലേ നിങ്ങൾ കൊച്ചിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കണത്? കുട്ടിയാ? 50 വയസ്സുള്ളവരൊക്കെ നിങ്ങളുടെ നാട്ടിലെ കുട്ടീന്നാ പറയണേ. നിങ്ങൾ ആരുടെ കാര്യം ഈ പറയണത്? എന്റെ കെട്ടിയോന്റെ കാര്യം. അപ്പൊ കുട്ടിയോ? കുട്ടികളെ കാലത്ത് എഴുന്നേറ്റ് കുളിച്ചു വൃത്തികേടായി പട്ടിണിപ്പാട് സ്കൂളിൽ പോയി. ഈ കിടക്കണത് കുട്ടികളുടെ തന്തയാ, എന്റെ കെട്ടിയോൻ. അവിടുത്തെ ഹെഡ്മാഷ. അങ്ങേര് ഇതുവരെ എണീറ്റിട്ടില്ല. അവിടെ ജനഗണമന തുടങ്ങി. ഈ മണഗുണാച്ചി ഇതുവരെ എണീറ്റിട്ടില്ല. പെങ്ങളെ ഞാൻ വിളിക്കാം, ഇങ്ങോട്ട് മാറിന്നേ. ഹലോ സാറേ, ജഹാംസി അച്ഛ, പിള്ളേരുടെ അച്ഛ, ഒന്ന് എണീറ്റടോ. കോട്ടുവായിട്ട് തിരിഞ്ഞെടുക്കണ എണീക്കടാ. അപ്പൊ കണ്ട അവ എണീറ്റു. പേടിച്ചു പോയി. നീ എന്തെന്ന് സ്കൂളിൽ പോവാഞ്ഞത്? ഞാൻ ലീവാ. നീ ലീവല്ല, തിരിച്ചു പറ വീല. അതൊക്കെ പോട്ടെ, നീ എന്താ ഇന്നലെ കഴിച്ചത്? സൽസ. മോളുടെ പേരെന്താ? വത്സ. നല്ല സെലക്ഷൻ. എന്റെ പൊന്നു മാവേലി, 5 പിള്ളേരെ തന്തയാണത്. നീ ലീവ് എടുത്തിട്ട് ഇവിടെ എന്താ ചെയ്യണേ? കൃഷി ചെയ്യും. ഞാനൊരു കൃഷിക്കാരനാണ്. നീ കൃഷി ചെയ്ത വിത്തുകളൊക്കെ സ്കൂളിൽ പോയി. അതിനെ കുറിച്ചൊന്നും നീ എന്നോട് പറയണ്ട. അതല്ലാതെ നീ പറമ്പിൽ എന്ത് കൃഷി ചെയ്യും? ഞാൻ ഒഴുകും. മെഴുകും. ഞാൻ 10 മിനിറ്റ് കൊണ്ട് വിതക്കും. എന്നിട്ട് 1 മണിക്കൂർ നിന്ന് കിതയ്ക്കും. നിങ്ങൾ മിണ്ടാതിരിക്കുക, അയാള് പറയട്ടെ. പറ. ഞാൻ വയലിൽ വെള്ളമടിച്ച് കേറ്റും. അതിൽ കൂടുതൽ വയറ്റിലേക്ക് അടിച്ചു കയറ്റും. ഞാൻ ഞാറ് നടും. തിങ്കള് നടും. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത മനുഷ്യൻ. മാവേലിക്ക് അറിയാമോ, പട്ടിപ്പിടുത്തക്കാര് മുതൽ പട്ടിക്ക് വേണ്ടാത്ത രാഷ്ട്രീയക്കാര് വരെ എന്നെ പെണ്ണ് കാണാൻ വന്നതാ. എന്റെ വിധി. എന്നിട്ട് അവസാനം ഈ തണ്ട് തുറപ്പനെയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചത്. തണ്ടു തുറപ്പത്തിന്റെ അപ്പൻ. അതിന് പോലെ ഇരുന്ന് ഞാനിപ്പോ പതിന് പോലെയായി മാവേലി. നിങ്ങളൊന്നും ഒച്ച വെക്കാണ്ടിരിക്കുക. എന്താ പ്രശ്നം? എങ്ങനെ ഒച്ച വെക്കാതിരിക്കും? കർഷകശ്രീയും ഗോശ്രീയും കിട്ടുമെന്ന് പറഞ്ഞു നടക്കുന്ന പത്മശ്രീ പോഷനാണ് ഈ ഇരിക്കുന്നത്. അത് കിട്ടാനുള്ള വല്ല മുഖശ്രീ ഇയാളുടെ മോന്തയ്ക്കുണ്ടോ? എടി ലളിതശ്രീ, നീ ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. അതേടോ, ഞാനും ഒരു സ്ത്രീയാ. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഗോശ്രീ മുഖശ്രീ ഒക്കെ ഒന്നും മിണ്ടാതിരിക്കുക. ഭർത്താവ് കൃഷിക്കാരനാണെങ്കിൽ എന്താണ് തെറ്റ്? ചക്ക തിന്നാം, മാങ്ങ തിന്നാം, തേങ്ങ തിന്നാം. അയാളുടെ മുടിഞ്ഞൊരു കൃഷി. എടോ, താൻ കൃഷി ചെയ്തിട്ട് എന്താ പറ്റിയേ? ബ്ലോക്ക് വഴി എനിക്കെന്ന് കെട്ടിയ തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്, കുറുപ്പന്തറ കുറുപ്പ് സതന്നൊരു തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്, ഫാക്ടം ഫോസ് വളമിട്ട് തീയിൻറുടി തൈ നട്ട്, എല്ലുപൊടി ഉപ്പുപൊടി ചപ്പു ചവർ അതുമിട്ട് പൊന്നുപോലെ നോക്കിയിട്ടും തെങ്ങ് തന്നത് എന്താണ്? പൊട്ടത്തേങ്ങ പൊട്ടത്തേങ്ങ, ഒട്ട വീണൊരു തേങ്ങ, പൊട്ടത്തേങ്ങ പൊട്ടത്തേങ്ങ, ഒട്ട വീണൊരു തേങ്ങ. ബ്ലോക്ക് വഴി എനിക്കെന്ന് കിട്ടിയ തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്,
പറ്റം കൊസുവളമിട്ട് ടീൻറുടി തൈ നട്ട് എല്ലുപൊടി ഉപ്പുപൊടി ചപ്പു ചവറതുമിട്ട് പൊന്നുപോലെ നോക്കിയിട്ടും തെങ്ങ് തന്നത് എന്താണ്? പൊട്ടത്തേങ്ങ പൊട്ടത്തേങ്ങ ഓട്ട വീണൊരു തേങ്ങ, പൊട്ടത്തേങ്ങ പൊട്ടത്തേങ്ങ ഓട്ട വീണൊരു തേങ്ങ. തോറ്റ് തോറ്റ് അപ്പച്ചൻ തോറ്റ് മുടിച്ചില്ലേ താനീ കുടുംബം മുടിച്ചില്ലേ കാശ് മുഴുക്കെ കളഞ്ഞില്ലേ അപ്പച്ച അപ്പച്ച തോറ്റ് തോറ്റ് അപ്പച്ചൻ തോറ്റ് മുടിച്ചില്ലേ താനീ കുടുംബം മുടിച്ചില്ലേ കാശ് മുഴുക്കെ കളഞ്ഞില്ലേ. അപ്പം പോയെങ്കി പോട്ടെ കപ്പമാന്തി കപ്പമാന്തി സ്വന്തം കുഴിയപ്പം മാന്തി തേങ്ങ വെച്ച് മണ്ടരി ബാധിച്ച് മണ്ടരി ബാധിച്ച് വിലയിടിഞ്ഞേ വാഴ വെച്ച് ചീഞ്ഞുപോയേ. കെട്ടിക്കാൻ ഈട്ടിത്തൈ നട്ടു ഞാൻ, ഈട്ടിത്തടി വളരും പോലെ മോളും വളർന്നു. സർക്കാരിനെ വെട്ടിച്ച് ഈട്ടിത്തടി വിറ്റിട്ട് നാട്ടാരെ ഞെട്ടിച്ചൊരു കല്യാണം വേണം. വീട്ടിലാകെയുള്ള മുതലീട്ടി എന്റെ മോള് കാണുവാൻ ബ്യൂട്ടി, ഒരു ബ്യൂട്ടി പാർലറിൽ ഡ്യൂട്ടി. ഈട്ടി സർക്കാര് കൊണ്ടുപോയി എന്റെ മോളെ കരക്കാര് കൊണ്ടുപോയി, ഒരു കറക്കം കറങ്ങി തിരിച്ചെത്തി. അവൾക്കിപ്പോൾ ഇഷ്ടം പുളിയുള്ളതാ പച്ചമാങ്ങ പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ, ഓ മുട്ടൻ പുളിയുള്ള മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ, ഓ മുട്ടൻ പുളിയുള്ള. ഹാവൂ, ഈ ചെണ്ടമേളം കേൾക്കുമ്പോ തന്നെ മനസ്സിന് എന്തൊരു ആശ്വാസ. നിരന്ന് നിരന്ന് നിക്കണ കണ്ടില്ലേ ഡൂപ്പേ, ദേ ഗജവീരന്മാര് എന്താ തലയെടുപ്പ്. ആനപ്പുറത്തൊന്ന് കേറി എനിക്കൊന്ന് ആർമാദിക്കണം, എന്നിട്ട് ഇവിടെയൊക്കെ എനിക്കൊന്ന് അങ്ങോട്ട് കറങ്ങണം. ഇങ്ങനെ ടക്ക് 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 ടക്ക്. തിരുമേനി ധൈര്യമായിട്ട് ആനപ്പുറത്ത് കയറിക്കോ, ഞാൻ വൈകിട്ട് ടിവിയിൽ കണ്ടോളാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, പാപ്പാമാരെ ആനകളൊക്കെ വലിച്ചെടുത്ത് തുന്നി അലക്കുന്ന കാലമാണ് തിരുമേനി, അതുകൊണ്ട് പോകണ്ട. ദേ വരുന്നു ഒരു മതയാന. അത് മതയാനയല്ല, മദാമയാ. അയ്യോ, അതിന്റെ തൊട്ടടുത്ത് നിക്കണതാരാ? അത് ആ മദാമയെ തളക്കാൻ നടക്കുന്ന കെട്ടിയ സായിപ്പ, അയാൾ ഇപ്പൊ ഒരു കുഴിയാനയായി. എന്റെ ഈശ്വര, പാർട്ടിക്കാർക്ക് വരെ ഇവിടെ ആനയായി. കേട്ടില്ലേ, ഇടതന്മാർക്ക് ആന, വലതന്മാർക്ക് ആന. ആ പാപ്പാനെ ഒന്ന് വിളിച്ച ഡൂപ്പേ. ഹലോ താപ്പാനെ. താപ്പാനെ അല്ലടോ, പാപ്പാൻ. ഡാ എന്താ ആരാ, എന്ത് വേണം? അതെ, പാപ്പാനാണോ? അതെ, ഞാൻ ഈ ആനയുടെ പാപ്പാന. തന്റെ പേരെന്താ? ഉണ്ണിത്താൻ. ആളെങ്ങനെയാ? ഞാൻ പാവത്താൻ. അപ്പൊ തീറ്റയും കൂടി തന്നെത്താൻ. അതെ, ഈ ആനകളൊക്കെ പാപ്പാമാരെ കൊല്ലണെന്ന് പറയണ്ടല്ലോ, അതിലെന്താ കാര്യം? എന്റെ പൊന്നു കൊടവറും ചേട്ടാ. കൊടവേറെ നിന്റെ അച്ഛൻ? എന്റെ അച്ഛനെങ്കിൽ അച്ഛൻ സമ്മതിച്ചു. അയ്യേ. അതായത് ഒരു ദിവസം ഒരാന പാപ്പാനെ കുത്തിക്കൊല്ലണത് ടി വിയിൽ ലൈവായിട്ട് കാണിച്ചു.
ഈ ആനകളൊക്കെ ഈ TV കണ്ട് ഇപ്പൊ എന്ത് പറ്റണ്? ഞങ്ങൾക്കും സീരിയൽ അഭിനയിക്കണം ഈ ആനകളൊക്കെ കൂടി പാപ്പാമാരെ ഇട്ട് മെലിച്ച് ചവിട്ടി കൂട്ടി കൊല്ലേണ്. അത് ശരി. ആട്ടെ, ഈ ആനകൾക്ക് ഒടുക്കത്തെ ഓർമ്മശക്തിയാണെന്ന് പറയാറുണ്ടല്ലോ, അതിന് വല്ല സത്യം ഉണ്ടോ? സത്യം ഉണ്ടെന്നാ? ഒടുക്കത്തെ ഓർമ്മശക്തി അല്ലേ? ആനയെ നമ്മൾ ഉപദ്രവിച്ചാണ്ടല്ല, അത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിരിക്കും. ഇപ്പൊ തന്നെ വേറെ ഇത് കാര്യം പറയാ. മാവേലിക്ക് അറിയാമോ, കഴിഞ്ഞ ഓണത്തിന് ഞാൻ ആളുകളുടെ ഇടയിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടില്ല, ഈ തോട്ടി കണ്ട് ആനയുടെ ചെവിക്കിട്ടൊരു ഒറ്റ കുത്തങ്ങട് കുത്തി. ഈ ആനയുണ്ടല്ല, അത് ഓർത്തിരുന്ന ഈ ഓണത്തിന് എന്നെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പെടഞ്ഞെടുത്തിട്ട് ഒറ്റ ഏറാണ് ഞാൻ പോയി വീണതേ ബസ് സ്റ്റാൻഡ് അമ്മണിയുടെ വീട്ടില്. അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. അല്ല, എനിക്ക് അവിടം വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ. ഏതാ ഈ അമ്മിണി? തിരുമേനിക്ക് മനസ്സിലായില്ലേ? ബസ് സ്റ്റാൻഡില് ഏത് ബസ് വന്നാലും കേറാതെ നിൽക്കുന്നവളാ അമ്മിണി. അയ്യേ മോനെ പാപ്പാനെ, ഈ ആന എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെവിയാട്ടണത്? അഹങ്കാരം. തിരുമേനിക്ക് 2 ചെവിയുണ്ട്, തിരുമേനി ആട്ടാറുണ്ടോ? ഇല്ല. ഡൂപ്പിന് 2 ചെവിയുണ്ട്, ഡൂപ്പ് ആട്ടാറുണ്ടോ? ഇല്ല. എനിക്കുണ്ട് 2 ചെവി, ഞാൻ ആട്ടാറില്ല. അതാ പറഞ്ഞത് അവന്റെ അഹങ്കാരം. അല്ല പാപ്പാനെ, ആനയുടെ കാലിന്റെ അടിയിൽ കിടന്ന് പാപ്പാമാർ ഉറങ്ങാറുണ്ടോ? ഉറങ്ങുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ ആന ഫുട്ബോൾ കളി സ്വപ്നം കണ്ടിരുന്നു മതി. അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഒരു നിമിഷം ആന IM വിജയനായി പോവും. ഇപ്പൊ എനിക്ക് പിടികിട്ടി. അതായത് ആന പെട്ടെന്ന് പന്താന്ന് വിചാരിച്ചിട്ട് ഈ പാപ്പാനെ ഒറ്റ തട്ട് കാലോണ്ട് അങ്ങോട്ട് തട്ടും. പാപ്പാന ആദോഷത്തേക്ക് അങ്ങോട്ട് പൊങ്ങിട്ട് അവിടുന്ന് തലയും കുത്തി താഴത്തേക്ക് വീഴും. വിളിക്കണേട്ടാ. എന്തിനാ വിളിക്കണേ? ചവിട്ടിക്കൂട്ടാൻ. ആരെ? എന്നെ. ഈ സൂര്യ ടിവിക്കാരും ഏഷ്യൻ നെറ്റുകാരും എന്റെ പുറകടക്കല്ലേ. അതെന്തിനാ തന്റെ പുറകെ നടക്കണേ? എന്നെ ചവിട്ടിക്കൂട്ടണത് ലൈവായിട്ട് എടുക്കാൻ. അതെ, ഈ ചവിട്ടി കൂട്ടണത് പഴയ വല്ല CD ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് തരുമോ? അയ്യോ പാപ്പാനെ, എനിക്ക് ആന പാപ്പാനെ കുത്തി കൊല്ലണത് കാണാനല്ല ഞാൻ ചോദിക്കണത്. ആ കുത്തിക്കൊല്ലണ ആനേനെ എനിക്കൊന്ന് നോട്ട് ചെയ്യാനാ. അതെ, ഈ ആനയ്ക്ക് അസുഖം വന്ന എന്താ ചെയ്യാ? അതായത് ആനക്ക് പനി വന്ന 2 കിലോ പാരസെറ്റാമോൾ വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കി എണ്ണാക്കിൽ വെച്ചു കൊടുക്കും. തലവേദന വന്നു കഴിഞ്ഞാൽ 50 ഡപ്പി അമൃതാഞ്ജനം വാങ്ങിട്ട് ഒരു ബക്കറ്റിലോട്ട് അങ്ങോട്ട് കലക്കും. എന്നിട്ട് ബ്രഷിനെ നെറ്റിയിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കും. പിന്നെ എന്റെ തിരുമനസ് ജലദോഷം വന്നാലാണ് പാട്. തുമ്പിക്കായി പിഴിഞ്ഞ് മനുഷ്യന്റെ കൈയും കാലൊടിഞ്ഞു. അതിനൊരു കാര്യം ചെയ്താ പോരെ, ഒരു അരയുടെ മോട്ടർ മേടിച്ചിട്ട് തുമ്പിക്കൈയിൽ ഫിറ്റ് ചെയ്ത് പമ്പ് ചെയ്താ പോരെ. കിട്ടും നിനക്ക്. അതെ, ആനക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാ? അതറിഞ്ഞൂടെ? ഇല്ല. അതായത് ഞാനൊരു ബീഡി വലിച്ചാൽ 25 കെട്ട് ബീഡി ആനക്ക് വാങ്ങിച്ചു കൊടുക്കും. ഞാനൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ബക്കറ്റ് ചായ ഞാൻ ആനക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ചേട്ടൻ ഊണ് കഴിക്കാറില്ലേ? ഒരു ഊണ് ഞാൻ കഴിച്ചാൽ 25 ഊണ് മാവേലി വാങ്ങിച്ചു കൊടുക്കും ആനക്ക്. അണ്ടർസ്റ്റാൻഡ്? അയ്യോ, പറഞ്ഞൊന്നും സമയം പോയത് അറിഞ്ഞില്ല. ഇന്നൊരു തറക്കല്ലിടലുണ്ട്. എന്റെ ആന ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മേ, ആനയാണോ തറക്കല്ലിടുന്നത്? അല്ല, മന്ത്രി. അപ്പൊ ഒരു തറ കല്ലിടുന്നു അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ആന അഴിച്ചോണ്ട് ഇങ്ങോട്ട് വാ. അങ്ങനെ ഓ ചെറുത്. ചിന്നപ്പനാശാനെ തന്റെ ഷെയർ തന്നാട്ടെ, ഒരു ചെറുതടിക്കണ്ടേ നമുക്കോണം കളിക്കണ്ടേ. ചിന്നപ്പനാശാനെ തന്റെ ഷെയർ തന്നാട്ടെ, ഒരു ചെറുതടിക്കണ്ടേ നമുക്കോണം കളിക്കണ്ടേ. ഷെയർ 10 ഇട്ടു ഞാൻ. 10 ഇട്ടാൽ എന്താകാനാ? കയ്യില് കാശില്ലടാ. എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എത്ര നാൾ നാണം കെട്ടു ഓസിനടിക്കും എന്റെ ഷെയർ നീ എന്നിട്ടോ? അപ്പൊ ഇത്ര നാളും ഞാനിട്ടില്ലേ? ഇന്നും കൂടി ഇട്ടാലെന്താ? ഒത്തിരി കാശെനിക്കാവകെ കിട്ടാനുണ്ടേ. ചിന്നപ്പനാശാനെ തന്റെ ഷെയർ തന്നാട്ടെ, ഒരു ചെറുതടിക്കണ്ടേ നമുക്കോണം കളിക്കണ്ടേ. ചിന്നപ്പനാശാനെ തന്റെ ഷെയർ തന്നാട്ടെ, ഒരു ചെറുതടിക്കണ്ടേ നമുക്കോണം കളിക്കണ്ടേ. ഏപ്രിൽ 1-ാം തീയതി
ചാരായത്തിൻ ഷാപ്പ് പൂട്ടിച്ചില്ലേ, ഏപ്രിൽ ഫൂളാണെന്ന് ആശ്വസിച്ചിട്ടന്നും ഷാപ്പിൽ ചെന്നു. ഷാപ്പും കൂട്ടിപ്പോയി ഓണർ പാപ്പിയും വീട്ടിൽ പോയി. മോണ്ടാൻ ചെന്നോരന്തപ്പനോ അന്തം വിട്ടുപോയി. ഈ ദ്രോഹം ചെയ്തോനെ എന്നെ കയ്യിൽ കിട്ടിയെന്നാൽ ദൈവത്താണെ അവനെ കൊന്ന് ജയിലിൽ പോകും ഞാൻ. കൊതി 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 ഒരു തുള്ളി മോന്താൻ എന്താ വഴി? വിധി 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 ഇപ്പൊ കളറിനും കാശു കൂടി. ചിന്നപ്പനാശാനെ പണിക്കൂലിയിരിപ്പില്ലേ, കയ്യിലുള്ളതെടുത്താട്ടെ ഇന്ന് കളറടിച്ചാലോ. നിനക്കറിയാമോ 10 പൈസ ഇരിപ്പില്ല, ഇടവുള്ളത് മൊത്തം എന്റെ ഭാര്യ പോക്കറ്റടിച്ചില്ലേ. ഗോതുരുത്തി ചെന്നാൽ ഗോതമ്പിട്ട് വാറ്റിയ പട്ട കിട്ടും. വാതുരുത്തി ചെന്നാൽ മാത്തുക്കുട്ടി മൂത്ത കള്ളും തരും. രണ്ടെണ്ണം വിട്ടാൽ പിന്നെ മുട്ടും വേണ്ടല്ലോ. നിക്കറിട്ട് ഞാൻ നിൽക്കുമ്പോ കാണാൻ ചേലല്ലേ. ആ പേക്കോലത്തിൽ താൻ ഇന്ന് വീട്ടിൽ ചെന്നാലോ, പെണ്ണും പുള്ള തന്നെ ഇട്ട് തട്ടിക്കളിക്കും. ഇടി 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 അന്നിക്കും കിട്ടും മുട്ടനിടി. പേടി 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 അതോർക്കുമ്പോഴേ ഉള്ളിൽ പേടി. സുഹൃത്തുക്കളെ, വിദേശ നിർമ്മിത വസ്തുക്കളെല്ലാം നമ്മൾ പാടെ ഉപേക്ഷിക്കണമെന്ന ആഹ്വാനവുമായി ഇതാ പടുകൂറ്റൻ റാലി, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലി ഇതാ എത്തിക്കഴിഞ്ഞു. വരിക, പങ്കെടുക്കുക, വിദേശ നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക. എടോ യോഗം സ്പോൺസർ ചെയ്ത ആളുടെ പേര് പറയടോ. അതെ, ഈ യോഗം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പെപ്സി, കൊക്കക്കോള, മിറാണ്ട. മതി മിണ്ടണ്ട. ഒരു പരസ്യം കൂടി പറയാനുണ്ട്, അത് അയാളെ തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുക. പറയടോ. കട്ട്ലറ്റ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. എങ്ങനെയുണ്ട്? ഒന്ന് പോടോ പോളത്തി. പ്രിയമുള്ളവരെ, അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി നമുക്ക് പ്രിയങ്കരനും നാട്ടിൽ ഭയങ്കരനുമായ ചിദംബരം സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ ഇംഗ്ലീഷിൽ CAT കാറ്റ് എന്നെഴുതി പൂച്ച എന്ന് മലയാളത്തിൽ വായിക്കുന്ന നികൃഷ്ടമായ മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്ക് പൂച്ച എന്ന് മലയാളത്തിൽ എഴുതി പൂച്ച എന്ന് വായിച്ചുകൂടെ? വായിക്കില്ല, അവർക്കത് പുച്ഛമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ABCD എത്ര അക്ഷരങ്ങളുണ്ട്? 4. അത് സ്കൂളിൽ പോകാത്തവർക്ക്. പോയവർ പറയട്ടെ. 26. വെരി ഗുഡ്. ഇംഗ്ലീഷുകാർ 26 അക്ഷരങ്ങൾ മാത്രം നൽകി മലയാളികളെ ഒതുക്കി. മലയാളികളെ മാത്രമല്ല സുഹൃത്തുക്കളെ, എണ്ണം കെട്ട രാഷ്ട്രീയക്കാരെ വരെ ഒതുക്കി കളഞ്ഞു. അല്ലായിരുന്നുവെങ്കിൽ 26 അല്ല 126 ഗ്രൂപ്പ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ 56 അക്ഷരങ്ങളുള്ള നമ്മളല്ലേ മുടുക്കന്മാർ. മലയാളത്തിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് സുഹൃത്തുക്കളെ. ദേ ഒരു മലയാള ഭാഷാ സ്നേഹി. പ്രസംഗം നിർത്തിയില്ലെങ്കിൽ പച്ച ചെറി ഞാൻ പറയും. ദേ ഒരു മലയാള നിഘണ്ടുവിനെ കൂടി ഞാൻ കണ്ടു. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വിദേശികളെ വിടാ, വിദേശ നിർമ്മിത വസ്തുക്കളെ വിടാ, നിങ്ങൾക്കും എന്റെ വിടാ. പരിപാടി കഴിഞ്ഞാടാ നമുക്കും വിടാ. തിരുമേനി, അയാള് പോകുന്നതിന് മുമ്പ് നമുക്ക് അയാളെ പിടികൂടാം. അതെ, താങ്കളാണല്ലേ ഈ വിദേശ കുത്തകതയുടെ ബഹിഷ്കാരി. അതെ. തനിക്കെന്താ ഈ വിദേശ വസ്ത്രങ്ങളോട് ഇത്ര വെറുപ്പ്? എന്താ അത് ഇടുമ്പോ ചൊറിയുണ്ടാ? താൻ കുറെ നാളായിട്ട് വിദേശത്ത് ഉണ്ടായിരുന്ന ആളല്ലേ, പിന്നെ ഇപ്പൊ എന്താണോ ഇങ്ങനെ പറയണേ? ഇംഗ്ലീഷുകാർ എനിക്ക് വെറുപ്പാണ്. അപ്പൊ നിനക്ക് തലയ്ക്ക് ഒരു അസുഖം വന്നാ നീ എന്തു ചെയ്യും? ഏത് ഡോക്ടറെ കാണിക്കും? നോ, ഡോക്ടർ എന്ന് പറയരുത്. ഡോക്ടർ ഇംഗ്ലീഷ് പദമാണ്. ഞാൻ വൈദ്യരെ കാണിക്കും. അപ്പോ ഡോക്ടർ അംബേദ്കറേയും ഡോക്ടർ KJ യേശുദാസിനെയും അറിയോ? അറിയും, പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പോകാറില്ല. കാരണം അവർ ഇംഗ്ലീഷ് മെഡിസിന്റെ ആൾക്കാരാണ്. അപ്പൊ അസുഖം വന്ന എന്താ കഴിക്കുന്നത്? ആയുർവേദാണോ അതോ അലോപ്പതിയാണോ? ആയുർവേദ പൊതി. താങ്കൾ വെജിറ്റേറിയൻ ആണോ? അതെ, ചിക്കനും മട്ടനും കഴിക്കുന്ന പ്യുവർ വെജിറ്റേറിയൻ. ചിക്കനും മട്ടനും നോണല്ലേ, അതെങ്ങനെ വെജിറ്റേറിയൻ ആകും? ഈ ചിക്കൻ എന്താ കഴിക്കണേ? തവിട്, താവല്, അരി, നുറുക്കോതമ്പ്. മട്ടനോ പ്ലാവല, പുല്ല്, തെക്കേ വീട്ടിലെ വാഴല, വീട്ടിലിടുന്ന പത്രം, കാടിവെള്ളം, പിണ്ണാക്ക്. അപ്പൊ മീനോ? കടൽ മീൻ കഴിക്കാറില്ല. അതെന്താ? കടലിന് വിദേശികളുമായിട്ട് ബന്ധമുണ്ട്. താൻ സോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, പകരം പിണ്ണാക്കും പയറുപൊടി. സോപ്പ് ഇടേ ഇല്ലേ? ഇടാറുണ്ട്, കാര്യം കാണാൻ മാത്രം.
പല്ല് തേക്കാൻ എന്താ ഉപയോഗിക്കണേ? ഒൺലി നമ്പൂതിരീസ് ആൻഡ് ഉമിക്കരിസ്. പിന്നെ നാക്ക് പിടിക്കാൻ നാടൻ ഈർക്കിലീസ്. അപ്പൊ കിടക്കുന്നത് ബെഡിൽ തന്നെയാണോ? തറയിലാണ്, ഒൺലി തറ. അത് കണ്ടപ്പോ മനസ്സിലായി തറയാണെന്ന്. ആട്ടെ, പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കാറുണ്ട്? മനസ്സിലായില്ല. അതെ, നമ്മളിങ്ങനെ ചീന്നടിക്കുമ്പോ മേലിങ്ങനെ സ്മെല്ല് ഉണ്ടാവുന്ന ഒരു സാധനം, ഈ സീബ്ര കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട്. നോ 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 നോ, ഐ ആം ഒൺലി മുല്ലാമ്പ്ര. മുല്ലാമ്പ്രയാണോ പേരാമ്പ്രയാണോ എന്നുള്ള കറക്റ്റ് ആലോചിച്ചിട്ട് പറ. മുല്ലാമ്പ്ര, മുല്ലപ്പൂവിന്റെ ഇമ്പ്ര. എനിക്ക് അങ്ങോട്ട് പിടി കിട്ടണില്ല ശരിക്കും. റോസിന്റെ മണം കിട്ടണമെങ്കിൽ റോസ് അബ്ര, ചെമ്പരത്തി പൂവിന്റെ മണം കിട്ടണമെങ്കിൽ ചെമ്പരത്തി അബ്ര. മതി, വേണ്ട. ഇതിന്റെ ഒരു നമ്പറ. എന്നാ താൻ പറ, താൻ ഇത്രയും നാൾ എവിടെയായിരുന്നു? പേരാമ്പ്ര. ഇത് വലിയൊരു കഷ്ടായില്ലോ. കുറച്ചു നേരത്തെ പറഞ്ഞു മുല്ലമ്പ്രാന്ന്, അപ്പൊ റോസംബ്രാന്ന് പറഞ്ഞത് ആരാ? അത് ഞാനാ. അപ്പൊ പേരാമ്പ്രാന്ന് പറഞ്ഞതോ? ഞാൻ ജനിച്ചത് പേരാമ്പ്ര. ഇയാളോട് പോകാൻ പറ. എന്റെ ദൈവമേ, ഇനി ഇമ്പ്ര എന്നുള്ളത് പറയരുത്. എനിക്ക് ഇത്തിരി സ്വസ്ഥത. എടോ ഇമ്പ്രേ, താൻ എന്താ അമേരിക്കന്ന് പോരാൻ കാരണം? ഒരു സായിപ്പിന്റെ കമ്പനിയിലായിരുന്നു എനിക്ക് ജോലി. അങ്ങനെ ഇരിക്കെ ഞാനും സായിപ്പിന്റെ മോളും തമ്മിൽ കമ്പനിയായി. ഈ കമ്പനി പൊളിക്കാൻ സായിപ്പ് നടന്നു. സായിപ്പിന്റെ കമ്പനി പൊളിഞ്ഞു പോയി. അവസാനം ഞാൻ അവളെ കെട്ടി. പോലീസ് എന്നെ പൊക്കി, പിന്നെയും കെട്ടി, പിന്നെയും പൊക്കി, പിന്നെയും കെട്ടി, പിന്നെയും പൊക്കി. അവസാനം ഞാനും അവളുമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങി, ഇവിടെ അങ്ങോട്ട് പൊങ്ങി. ഇവിടെ വന്ന് കല്യാണവും കഴിഞ്ഞ് അന്ന് വൈകിട്ട് അന്തിപ്പത്രം എടുത്ത് വായിച്ചപ്പോ ഞെട്ടിത്തെറിച്ചു പോയി. എന്തായിരുന്നു പത്രത്തില്? വിദേശ നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കണമെന്ന്. ഒട്ടനെ ഞാൻ അവളെ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്ത് പണിയാടോ കാണിച്ചത്? കെട്ടിയ പെണ്ണിനെ ആരെങ്കിലും ഉപേക്ഷിക്കോ? മാവേലി, അവളുടെ തന്ത ഒരു സായിപ്പ്, അമ്മ ഒരു മദാമ. അപ്പോൾ അവളൊരു വിദേശ നിർമ്മിത വസ്തു അല്ലേ? ആരുടെ നടുറോട്ടിൽ പൊതുയോഗം കൂടുന്നത്? എന്റെ കൈക്ക് പണിയുണ്ടാക്കോ? ഡ്യൂപ്പേ, ഈ സാറിനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഇയാളെ മനസ്സിലായില്ലേ? ഈ വർഷം ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങിയതിനുള്ള സസ്പെൻഷൻ അവാർഡ് മേടിച്ച ആളാ. ശരിയാ, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൈക്കൂലി മേടിക്കുന്നതിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. സാറേ സാറേ സാമ്പാറേ. തിരുമേനി അങ്ങനെ പാടരുത്, പോലീസ് പിടിക്കും. ഞാൻ എന്നാ പാടും. പോലീസ് പിടിക്കണമെങ്കിൽ ഞാനൊന്ന് കാണട്ടെ. സാരേ സാരേ ജബ്ബാരേ, സാറിന്റെ കീശയിൽ കൈക്കൂലി. ക്യാമറ തൂക്കിയ പത്രക്കാർ ഫോട്ടോയെടുക്കും സൂത്രത്തിൽ. നാളെ ഇറങ്ങണ പത്രത്തിൽ സാറിന്റെ ഫോട്ടോ ക്ലോസപ്പിൽ. നാലും കൂടിയ മുക്കിൽ തിക്കു നിറഞ്ഞൊരു റൂട്ടിൽ തിക്കിക്കേറ്റിയ ബൈക്കിൽ കെട്ടിയിരിക്കണ മൈക്കിൽ അവനെ കുത്തിന് പൊക്കിയ സാറ് തപ്പിയെടുത്തു 100. കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ കേസാക്കി മാറ്റുകില്ലേ? കേസിന്റെ പിറകെ തൂങ്ങി പിന്നെ ലൈഫാകെ പാഴാകില്ലേ? സാറേ സാറേ ജബ്ബാരേ, സാറിന്റെ മോക്കട കല്യാണം സ്ത്രീധനമാണേൽ 1 കോടി. അതിനാണോ ഈ കൈക്കൂലി? സാരേ സാരേ ജബ്ബാരേ, സാറിന്റെ കീശയിൽ കൈക്കൂലി. ക്യാമറ തൂക്കിയ പത്രക്കാർ ഫോട്ടോയെടുക്കും സൂത്രത്തിൽ. നാളെ ഇറങ്ങണ പത്രത്തിൽ സാറിന്റെ ഫോട്ടോ ക്ലോസപ്പിൽ. കള്ളന്മാർ ബാങ്ക് കുത്തിപ്പൊളിച്ചില്ലേ? നാട്ടിൽ തട്ടിപ്പും വെട്ടിപ്പും പെരുകിയില്ലേ? കഴുത്തോളം കടമുള്ള സംസ്ഥാനത്തിൽ നിങ്ങൾ മാസാമാസം ശമ്പളം എണ്ണി വാങ്ങുന്നില്ലേ? കട്ടോനെ കണ്ടില്ലെന്ന് നടിച്ചില്ലേ? നിങ്ങൾ കിട്ടിയോനെ ലോകപ്പിലടച്ചില്ലേ? വണ്ടിക്കാർ തന്നില്ലേ വണ്ടിപ്പിരിവ്? പിച്ചക്കാരെ പോലെ വാങ്ങും തെണ്ടിപ്പിരിവ്. സാറേ സാറേ ജബ്ബാരേ, സാറിന്റെ കീശയിൽ കൈക്കൂലി. സാറേ സാറേ ജബ്ബാരേ, സാറിന്റെ കീശയിൽ കൈക്കൂലി. സാരേ സാരേ ജബ്ബാരേ, സാറിന്റെ കീശയിൽ കൈക്കൂലി. ക്യാമറ തൂക്കിയ പത്രക്കാർ ഫോട്ടോയെടുക്കും സൂത്രത്തിൽ. നാളെ ഇറങ്ങണ പത്രത്തിൽ സാറിന്റെ ഫോട്ടോ ക്ലോസപ്പിൽ. സാരേ സാരേ ജബ്ബാരേ, സാറിന്റെ കീശയിൽ കൈക്കൂലി. ക്യാമറ തൂക്കിയ പത്രക്കാർ ഫോട്ടോയെടുക്കും സൂത്രത്തിൽ. നാളെ ഇറങ്ങണ ആഹു, അങ്ങനെ ഒരു വിധത്തിൽ പാതാളത്തിൽ തന്നെ തിരിച്ചെത്തി. പാവം ആ മുക്കിന് എവിടെയാണാവോ? അന്തോ അന്തോ എന്തോ താൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചു അല്ലേ? തനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഞാനൊരു കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, സന്തോഷായി. മിണ്ടാനും പറയാനും ആളില്ലാതെ ഞാനിവിടെ ആകെ വിഷമിച്ചിരിക്കുന്നു. ആരാ? കൊള്ളാവുന്ന ആരെങ്കിലും ആണോ കൊണ്ടുവന്നേക്കണത്? എടോ അന്തപ്പ, ഞാനാടോ തന്റെ കൂട്ടുകാരൻ. ഈ പാതാളത്തിലും ഇങ്ങനെ എനിക്ക് സ്വസ്ഥത തരില്ലേ എന്റെ കർത്ത